KTU 2019 സ്കീം സിവിൽ S5 സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ട്രസ് അനാലിസിസിൽ നമ്മൾ നടത്തുന്ന അസംഷൻസ് ആണ്. ട്രസ് അനാലിസിസിൻ്റെ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്തു. മെത്തേഡ് ഓഫ് ജോയിൻ്റ് ആൻഡ് മെത്തേഡ് ഓഫ് സെക്ഷൻ, രണ്ട് മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ അസംഷൻസ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു മെമ്പറിൽ വരുന്ന ഫോഴ്സസ് എല്ലാം നമ്മൾ ടെൻസൈലായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതുപോലെ ഓരോ ജോയിൻറ്റിലാണ് നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നാണ് അസംഷൻ എടുത്ത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ട്രസ്സിനകത്ത് ഓരോ മെമ്പറിനും വെയിറ്റ് ഉണ്ടാവുമല്ലോ, സെൽഫ് വെയിറ്റ്, അത് നെഗ്ലക്റ്റ് ചെയ്യണം. വളരെ കുഞ്ഞു വാല്യൂ ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ലോഡെല്ലാം ആക്ട് ചെയ്യുന്നത് ജോയിൻറ്റിൽ മാത്രമാണ്. ഇത് തുടങ്ങിയതാണ് നമുക്കതിനകത്തുള്ള അസംഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് സെക്ഷൻസ് ആണ്. നമ്മൾ ആ മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രൊസീജിയറാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മെത്തേഡ് ഓഫ് സെക്ഷനിൽ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ടാവും, എന്താ ചെയ്തത്, നമുക്ക് ഏത് മെമ്പറിലെയാണോ ഫോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ മെമ്പറിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു സെക്ഷൻ വരയ്ക്കുക. ആ സെക്ഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ ഒരു ഡിഫ്ലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേർവ്ഡ് ഷേപ്പുള്ളതായിരിക്കാം സെക്ഷൻ നമുക്ക് എടുക്കുന്നത്. ആ സെക്ഷന് ബേസിസ് ആയിട്ട് നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻ, അതായത് സിഗ്മ എം ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേരിയസ് മെമ്പേഴ്സിൽ വരുന്ന ഫോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ഫോഴ്സസ് പാസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ജോയിൻറ്റിന് എബൌട്ടായിട്ട് നമ്മൾ മൊമെൻറ്റ് എടുക്കുക. മാക്സിമം അൺനോൺസ് നമ്മൾ കുറച്ചിട്ട് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് മെത്തേഡ് ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ മെത്തേഡ് ഓഫ് ജോയിൻറ്റിൽ പറയുന്നുണ്ട് ഓരോ ജോയിൻറ്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതായിട്ടാണ് അസംഷൻ എടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് ആ ജോയിൻറ്റിൽ മാത്രം ആക്ട് ചെയ്യുന്നതായിട്ട് എടുക്കുന്നത്, ആ മെമ്പറിൽ ത്രൂ ഔട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് എടുക്കുന്നില്ലാത്തത് എന്താണെന്നുള്ള കാരണമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അസംഷൻ പറഞ്ഞപ്പോൾ ഫസ്റ്റിലേ പറഞ്ഞു, നമ്മൾ മെമ്പറിനകത്ത് വരുന്ന സെൽഫ് വെയിറ്റ് എല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് കളയണം. അതിൻ്റെ വാല്യൂ ചെറുതായതുകൊണ്ട് നെഗ്ലക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മെമ്പർ നമ്മളെടുത്താൽ അതിന് 2 ജോയിൻ്റ് ഉണ്ടല്ലോ, 2 എൻഡിൽ. സോ ആ സെൽഫ് വെയിറ്റ് ഈക്വലായിട്ട് 2 ജോയിൻറ്റും കൂടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അതുപോലെ തന്നെ ഈ ജോയിൻറ്റിനകത്തായിരിക്കും ഏതെങ്കിലും ഒരു പോയിൻറ്റ് നമ്മൾ ഒരു മെമ്പറിനെ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ 2ഓ അതിലധികമോ മെമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്ന ജോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ജോയിൻറ്റിലാണ് നമ്മളുടെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വലായിട്ട് നമുക്ക് ആ 2 മെമ്പറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇച്ചിരി ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അസംഷൻ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് സ്ട്രെയിൻ എനർജി. അപ്പോൾ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സിനകത്ത് നമ്മളൊരു ബോഡിയിലോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീഫോർമേഷൻ ഉണ്ടാവും. അതായത് അവിടെ വർക്ക് നടക്കുന്നു, ആ വർക്ക് ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. അടുത്ത് സ്ട്രെയിൻ എനർജിയുടെ കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. അതായത് ഡിഫറെൻറ്റ് കേസ് വെച്ച് നമുക്ക് സ്ട്രെയിൻ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഡെറിവേഷനാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുന്ന കേസിലുള്ള സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വർക്ക് തന്നെ എന്താണ്, എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യല് ചെയ്യാം. വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷൻ. അപ്പോൾ ഹാഫ് ഇൻറ്റു ലോഡിന് നമുക്ക് പി എന്ന് വിളിക്കാം, ഇൻറ്റു ഡിഫ്ലക്ഷന് ഡെൽറ്റ എന്ന് വിളിക്കാം. ഇത് തന്നെയാണ് സ്ട്രെയിൻ എനർജി യു ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ ഡിഫ്ലക്ഷൻ ഡെൽറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്ട്രെയിൻ എന്ന് വിളിക്കാമല്ലോ. സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷനാണ് ഫോഴ്സ് ബൈ ഏരിയ, P/A ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിനിന് പകരം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഡെഫിനിഷൻ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അതിൽ നിന്ന് ഡെൽറ്റയുടെ വാല്യൂ എന്താണെന്ന് എഴുതുക. ആ ഡെൽറ്റയുടെ വാല്യൂ നമ്മൾ പോയിട്ട് നമ്മുടെ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷനിൽ ഡെൽറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ അന്നേരം നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് P²L/2AE എന്നാവും. ഇത് ഒരു ഡെൽറ്റ യു നമ്മൾ എടുത്തത്, അതൊരു ചെറിയൊരു എലമെൻ്റൽ സ്ട്രിപ്പിലുള്ള സ്ട്രെയിൻ എനർജിയുടെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ആ ത്രൂ ഔട്ട് മെമ്പറിലുള്ള കിട്ടണമെങ്കിൽ എന്താ നമ്മൾ സാധാരണ ചെയ്യാം, ഇൻ്റഗ്രേഷൻ ചെയ്യണം. സോ അതിനെ 0 to L എന്നുള്ളതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിലേക്ക് ഈ സ്ട്രെയിൻ എനർജിനെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ നമുക്ക് യുവിൻ്റെ ഇക്വേഷൻ കിട്ടും. അതാണ് ഇൻ്റഗ്രൽ 0 to L P²L/2AE. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷനാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു ഡി വി എന്ന് വിളിക്കാം. സ്ട്രെസ്സിന് പകരം നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് M/I ഇസ് ഈക്വൽ ടു സിഗ്മ/Y നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സിഗ്മയ്ക്ക് പകരം എക്സ്പ്രഷൻ എടുക്കുക. അതുപോലെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ സിഗ്മയുടെ ഇക്വേഷൻ M ഇൻറ്റു Y/I എന്നുള്ളതിൻ്റെ കൂടെ ബൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇയും കൂടെ കൊടുക്കുക. ദെൻ നമ്മൾ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു M²Y² ബൈ EI² ഇൻറ്റു DA/DX എന്ന് കിട്ടും. അത് കിട്ടുന്ന ചെറിയ എലമെൻറ്റ് ലെങ്ത്തിനെയാണ് ത്രൂ ഔട്ട് കിട്ടാനായിട്ട് 0 to L ലെങ്ത്തിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുക.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ ഡ്യൂ ടു ഷിയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷനാണ് വർക്ക് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഷിയർ ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് ആയിട്ട് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എക്സ്. ഷിയർ ഫോഴ്സിന് പകരം നമുക്ക് സ്ട്രെസ് ഇൻറ്റു ഏരിയ എന്ന് കൊടുക്കാമല്ലോ. സോ ഷിയർ സ്ട്രെസ് ടോ ഇൻറ്റു ഏരിയ എ. ഷിയർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എക്സിന് പകരം നമുക്ക് അവിടെയുള്ള ഫൈ ഇൻറ്റു എച്ച് എന്ന് വിളിക്കാം. ഫൈയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ റിസോൾവ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ടോ ബൈ ജി എന്നാണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് സ്ട്രെങ്ത് യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടോ സ്ക്വയർ വി ബൈ ജി എന്ന് കിട്ടും. ടോ എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്, വി എന്ന് പറയുന്ന ഏരിയ ഇൻറ്റു ഹൈറ്റ് അതായത് വോളിയം, ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ദെൻ നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷൻ. ഒരു ടോർഷൻ മൊമെൻറ്റ് ടി നമ്മൾ ആക്ട് ചെയ്യണം ഒരു ബോഡിയിലേക്ക്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന ട്വിസ്റ്റാണ് തീറ്റ എന്ന് വിചാരിക്കുക. സോ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റയാണ്. ടിക്ക് പകരം നമുക്ക് ടോർഷൻ്റെ ഇക്വേഷനിൽ നിന്ന് ടോ ഇൻറ്റു ജെ ബൈ ആർ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ തീറ്റ എന്നുള്ളതിന് പകരം നമ്മുടെ ഇക്വേഷൻ ടി ഇൻറ്റു എൽ ബൈ ജി ജെ എന്ന് കൊടുക്കുക. ദെൻ നമ്മളതിനെ റിസോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ കിട്ടും. ഇത്രയാണ് സ്ട്രെയിൻ എനർജിയുടെ ഡിഫറെൻറ്റ് കേസുകൾ വരുന്ന ഇക്വേഷൻസ്. ഇതിൽ ഏതെങ്കിലും ഡെറിവേഷനായിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കിയേക്കാം. നെക്സ്റ്റ് ബെറ്റീസ് തിയറം. ബെറ്റീസ് തിയറത്തിൽ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ് P1, P2, P3, P4 എക്സെട്ര. കറസ്പോണ്ടിങ് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് X1, X2, X3, X4 എക്സെട്ര. ഇതുപോലെ തന്നെ സിമിലറായിട്ട് വേറൊരു ബോഡി ഉണ്ട്. ആ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഇതാണ് ഫോഴ്സസ് ആണ് Q1, Q2, Q3 എക്സെട്ര. കറസ്പോണ്ടിങ് അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻസ് ആണ് Y1, Y2, Y3 എക്സെട്ര എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബെറ്റീസ് തിയറം പറയുന്നത് ഇപ്പോൾ P എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്തല്ലോ. സോ അതിൻ്റെ ഡിസ്റ്റോർഷൻ കാരണം ഉണ്ടാവുന്ന വെർച്വൽ വർക്കും, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ബോഡിയിൽ നമ്മൾ Q എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്തല്ലോ. ആ Q സിസ്റ്റം ഓഫ് ഫോഴ്സസ് കാരണം അതിൻ്റെ ഡിസ്റ്റോർഷൻ കാരണം ഉണ്ടാവുന്ന വെർച്വൽ വർക്ക് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് ബെറ്റീസ് തിയറത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാസ്റ്റിഗ്ലിയാനോസ് ഫസ്റ്റ് തിയറാണ്. കാസ്റ്റിഗ്ലിയാനോയുടെ തിയറം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിനകത്തുള്ള ഫോഴ്സ് കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്ട്രെയിൻ എനർജി യു എന്നുള്ളതിനെ ആ പോയിന്റിലെ ഡിഫ്ലക്ഷൻ വൈ വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്താൽ, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് ആ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പി കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത്. അടുത്ത് നമുക്ക് ആ തിയറത്തിൻ്റെ ഒരു പ്രൂഫാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രെയിൻ എനർജി യു എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ, വർക്ക് തന്നെയാണ്, അതായത് ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിഫ്ലക്ഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ P1, P2, P3 സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. കറസ്പോണ്ടിങ് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ Y1, Y2, Y3 എക്സെട്ര ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു P1, Y1 പ്ലസ് ഹാഫ് ഇൻറ്റു P2, Y2 പ്ലസ് ഹാഫ് ഇൻറ്റു P3, Y3 എക്സെട്ര എന്ന് എഴുതാം. ഈ പിക്ക് പകരം നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്നത് എന്താണ്, KIJ ഇൻറ്റു YJ എന്നാണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ KI1 Y1 പ്ലസ് KI2 Y2 പ്ലസ് KI3 Y3 എക്സെട്ര KIN YN എന്ന് വരാം. ഈ വാല്യൂ എടുത്ത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പം സ്ട്രെയിൻ എനർജി യു ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. KIJ എന്ന് പറഞ്ഞാലും KJ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണല്ലോ. സോ നമ്മൾ ഒരുപോലത്തെ കോമൺ ടേം എല്ലാം ഒരുമിച്ച് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എക്സ്പ്രഷൻ യു ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ കിട്ടി. ഇതിനെ ഇപ്പം നമ്മൾ തിയറത്തിൽ പറഞ്ഞാൽ എന്താ, ആ സ്ട്രെയിൻ എനർജിനെ നമ്മൾ എന്ത് ചെയ്യണം, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ ചെയ്യുക. അപ്പോൾ അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് K11 Y1 പ്ലസ് K12 Y2 പ്ലസ് K13 Y3 എക്സെട്ര. ഇതെന്താ, ഇത് നമ്മളുടെ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ തന്നെയല്ലേ, നമ്മൾ P1 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന സെയിം വാല്യൂ തന്നെയല്ലേ. സോ നമുക്ക് ജനറലായിട്ട് എന്ത് എഴുതാം, സ്ട്രെയിൻ എനർജി യുവിനെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ആ പോയിന്റിലുള്ള ഫോഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാസ്റ്റിഗ്ലിയാനോസ് തിയറം എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ദെൻ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് മൊമെൻ്റ് ഏരിയ മെത്തേഡ്. മൊമെൻ്റ് ഏരിയ മെത്തേഡിനകത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബീം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനകത്തുള്ള ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ആ മെത്തേഡ് എന്ന് പറയുന്നത് 2 തിയറത്തിൻ്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തിയറം, അതായത് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള തിയറാണ്. ആ തിയറം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള സ്ലോപ്പ്, ചേഞ്ച് ഇൻ സ്ലോപ്പ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അത് ഈക്വൽ ടു എന്തായിരിക്കും, നമ്മളതിൻ്റെ M/EI ഡയഗ്രാം, M/EI എന്ന് പറഞ്ഞാൽ മൊമെൻറ്റിനെ EI വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അതായത് M/EI ഡയഗ്രാം വരച്ചിട്ട് ആ ഡയഗ്രത്തിൻ്റെ ഏരിയ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവിടുത്തെ സ്ലോപ്പിൻ്റെ വാല്യൂ കിട്ടും.
ദെൻ ഡിഫ്ലക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമിലർ ഈ M/EA ഡയഗ്രം എടുത്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയും വേണം, ഏരിയ ഇൻറ്റു അതിൻ്റെ സെൻട്രോട്ട് ഡിസ്റ്റൻസ് കൂടെ ചെയ്യുക. അപ്പോൾ M/EA ഡയഗ്രം ആദ്യം വരയ്ക്കുക, അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, ഏരിയ ഇൻറ്റു സെൻട്രോട്ട് ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് അവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ഇതിൻ്റെ എല്ലാം വർക്കൗട്ട് ചെയ്താണ്. കാസ്റ്റിഗ്ലിയാനോസ് തിയറം, മൊമെൻ്റ് ഏരിയ തിയറത്തിയൊക്കെ പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്താണ്. സോ തിയറി പോർഷൻ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ.